ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്കും തിരുക്കർമ്മങ്ങളിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വലിയ സന്തോഷത്തോടുകൂടെ ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഈ സമ്മാനത്തിന് ഭൂമി മുഴുവനും സന്തോഷിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ നമുക്കും വലിയ സന്തോഷത്തോടുകൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കാം. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഏകാഗ്രതയോടും ഭക്തിയോടും എല്ലാ ക്ഷീണവും മാറ്റിവെച്ച് നല്ല താല്പര്യത്തോടെ ഈ വിശുദ്ധ കുർബാന നമുക്ക് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി ദൈവദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. ഉൾക്കോട്ടിൽ അവതീർണനായ മിശിഹായെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്ത് പരിത്രാണകർമ്മത്തിന്റെ ഫലങ്ങൾക്ക് അർഹരാകുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അലങ്കൃതവും സ്തുത്യർഹവുമായ സിംഹാസനത്തിന്റെയും മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ പ്രവചന്മാർ ഇടപെടാതെ സ്തുതിക്കുകയും ശ്രാപ്പന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു.
സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഒന്നാം വായന ഏഷ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 7 10 മുതൽ 16 വരെയും 9 1 മുതൽ 3 വരെയും 6 മുതൽ 7 വരെയും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതികരിച്ചു, ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ ഏഷ്യ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിനു മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. എന്നാൽ ദുഃഖത്തിലാണ്ടു പോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബ്ലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർഡാനക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെ, കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ്. അവന്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. രണ്ടാം വായന സഹോദരരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും. മിക്കായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ, 5-ാം അധ്യായം 2 മുതൽ 5 വരെയും 8 മുതൽ 9 വരെയും ഉള്ള വചനങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൽ നമ്മുടെ കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിദ്യാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. ബെത്ലഹേം, എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിലെ പരിഗണവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവ് എടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവന്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിന്റെ ശക്തിയോടെ, തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവൻ വന്ന് തന്റെ ആളുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും.
അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാലുകുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രമുഖന്മാരെയും അണിനിരത്തും. യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയും ആയിരിക്കും. അത് ചവിട്ടി മെതിച്ചും ചിന്തിക്കേറിയും നടക്കും. രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ആത്മീയതയ മധുരിതമാം ഗീതികളാലെ ഋഷികാതൻ തിരുജനനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, പാടിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും ലോകാർക്കും സ്തുതിയുണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 15 മുതൽ അധ്യായം 4 6 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രഹാമത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഞാൻ പറയുന്നത് ഇതാണ്: 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്വീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. എന്തെന്നാൽ പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കില്ല. എന്നാൽ ദൈവം അബ്രഹാമത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നത് വരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യപ്രവൃത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒരിക്കൽ ഒന്നിൽ കൂടുതൽ പേരുടെ മധ്യപ്രവൃത്തി വേണ്ടു. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ
നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകനധീനരല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാമത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. ഇതാണ് ഞാൻ വീക്ഷിക്കുന്നത്. പിന്തുടർച്ച അവകാശി വസ്തുവിന്റെ ഉടമയാണെന്നെങ്കിലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നമല്ല. പിതാവിനെ നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെ സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ച് അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലോകം അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, അധ്യായം 2, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കെരിനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളകൊച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള
വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പുൽക്കൂട്ടിലേക്ക് ഉണ്ണിയെ കിടത്താനായിട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ മാത്രം നമ്മൾ പള്ളിയകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി പുൽക്കൂട്ടിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ പാടുന്ന പാട്ടിൻ്റെ അർത്ഥം അറിഞ്ഞ് അതിൻ്റെ കൂടെ പാടി പള്ളിയകത്ത് തന്നെ ആയിരിക്കുക. കുഞ്ഞുങ്ങളെല്ലാവരും ഇപ്പോൾ താഴേക്ക് ചെരുപ്പിടാമെങ്കിലും നിൽക്കണ്ട, നേരത്തെ അവർ പോയി. Thank you.
അന്ധകാരത്തിൽ വസിച്ചിരുന്ന മനുഷ്യർക്ക് പ്രകാശമായിട്ടാണ് മിശിഹ ലോകത്തിൽ അവതരിച്ചത്. പഴയ നിയമത്തിൽ എരിയുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി ദൈവം മോശയെ വിമോചനത്തിന്റെ സദ്വാർത്ത അറിയിച്ചു. രക്ഷകന്റെ ആഗമനം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യവംശത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മനുഷ്യരെ തമ്മിലും ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്ന മധ്യസ്ഥനാണ് മിശിഹ. പാപാന്തകാരത്തെ ഇല്ലാതാക്കുന്ന പ്രകാശമായിട്ടാണ് അവിടുന്ന് ബെത്ലഹേമിൽ ജനിച്ചതെന്ന സത്യമാണ് നമ്മളെ ഇന്ന് സഭ അനുസ്മരിപ്പിക്കുന്നത്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ലോകമെമ്പാടും ഇന്ന് ക്രൈസ്തവർ മാത്രമല്ല, സത്യത്തെ അന്വേഷിക്കുന്നവരെല്ലാവരും യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ മുഴുവനും പ്രകാശമായ ക്രിസ്തുവിനെ കണ്ടെത്തി അവന്റെ ജനനത്തിൽ സന്തോഷിക്കുന്ന ദിവസമാണ്. നമ്മൾ പുൽക്കൂട്ടിലൊക്കെ നോക്കുമ്പോൾ ഏത് ഉണ്ണീശോയുടെ രൂപം നോക്കിയാലും ഒരു സന്തോഷമാണ് പൊതുവെ. അതല്ലെങ്കിൽ നമുക്ക് എന്തോ പോലെ തോന്നും അല്ലെ? പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ കാണുമ്പോൾ ആ ഉണ്ണിയുടെ മുഖത്ത് ഒരു മന്ദഹാസമാണ്. ഈ പാട്ടിൽ കേട്ട പോലെ ഒരു മന്ദഹാസമോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോ ഉണ്ട്. കാരണം ഒരുപാട് പേരെ സന്തോഷത്തിലേക്ക് നയിച്ച ഒരു ജനനമാണ് അത്. ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് കാലം കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സന്തോഷിക്കും. ചിലപ്പോഴെങ്കിലും നമ്മള് ഒരു നാടിന് വേണ്ടി നാട് കാത്തിരുന്ന ഒരു ജനനം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് ലോകം മുഴുവനും പ്രതീക്ഷിച്ചിരുന്ന വലിയ ഒരു സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് പുൽക്കൂട്ടിലെ ആ പിള്ളക്കച്ചയില് പുൽത്തൊട്ടിയില് വൈക്കോലിൽ കിടക്കുന്ന കുഞ്ഞ്. അത് നമുക്ക് മുഴുവനും നൽകുന്നത് വലിയ സന്തോഷമാണ്. ബൈബിള് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു ഇമ്മാനുവേൽ എന്ന് അവൻ അറിയപ്പെടുന്നു. അത് ഒരു പേര് എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് യേശുവിന്റെ ജീവിതമാണ്. ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതായത് ഇമ്മാനുവേൽ എന്ന് പറയുന്നത് അവന്റെ പേരായിട്ട് എങ്ങും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലല്ലോ എന്ന് നമ്മൾ വിഷമിക്കേണ്ടതില്ല. അത് ഈശോയുടെ ജീവിതം തന്നെയാണ്. എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവമാണ് മിശിഹ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷവും. ഇന്നത്തെ ആദ്യത്തെ 2 വായനകളിലും നമ്മൾ വായിച്ചു കേട്ട പഴയ യേശയ്യായുടെ പുസ്തകത്തിൽ നിന്ന്, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും മിക്കാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾ വായിച്ചു കേട്ട വലിയ വാഗ്ദാനം, ലോകത്തിന് മുഴുവനും വേണ്ടി പിറക്കാനിരിക്കുന്ന ഒരു രക്ഷകൻ. ആ രക്ഷകന്റെ പിറവിയാണ് ലോകം മുഴുവനും ഇന്ന് ആഘോഷിക്കുന്നത്. സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് 25-ാം തീയതിയിലേക്ക് കടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പിറവിയുടെ പാതിരാത്രിയിലോ ഒന്നും നമുക്ക് കുർബാന ചൊല്ലാനായിട്ട് അവകാശമോ അല്ലെങ്കിൽ അനുവാദമോ കിട്ടിയിട്ടില്ല. എങ്കിലും നമ്മൾ ഈ രാത്രി, ക്രിസ്മസ് ഈവ് എന്ന് തന്നെയാണ് സന്ധ്യ മുതൽ നമ്മൾ ഈ ദിവസത്തെ വിളിക്കുക. നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടി പുൽക്കൂടൊക്കെ നേരത്തെ സജ്ജമാക്കി നമ്മൾ ഈശോയുടെ ജനനം ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്മസിന് വലിയ പ്രത്യേകതയുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നിയ കാര്യം, കാലത്ത് മുതൽ സിസ്റ്റർ സെറിന്റെയും മദറിന്റെയും കൂടെ ഈ കുഞ്ഞുങ്ങളാണ് ഈ പ്രാവശ്യത്തെ പുൽക്കൂട് മുഴുവനും ഒരുക്കിയത്. തീർച്ചയായിട്ടും ടീച്ചോ മറ്റ് ദീപാലങ്കാരങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ ഇവരെല്ലാവരും, ഓസ്റ്റിനും ടിജനും ആൽബിനും അതുപോലെ ആൽബിനെയും അലയനെയും ഓസ്റ്റീനെയും ഇവരെല്ലാവരും ഞാൻ അറിയില്ല. തീർച്ചയായിട്ടും റെഡോളിനും റൂബിയോണും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഇവിടെ പുൽക്കൂടുണ്ടാക്കാനായിട്ട്, ഇതൊക്കെ അലങ്കാരങ്ങൾക്ക് സിസ്റ്റേഴ്സിന് സഹായിക്കാനും ഒക്കെ ആയിട്ട്. കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടെ ഉണ്ണി ഈശോയുടെ ജനനം നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സഹാനുഭൂതിയോടുകൂടെ വേദനയിൽ കഴിയുന്നവരെ കാണാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാകും. കാരണം ഞാൻ 1-2 കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാം. ഞാനിപ്പോ അടുത്തൊക്കെ ഞാൻ ചിന്തിക്കാറുള്ളത്, ഒരുപാട് കഥകളും സംഭവങ്ങളും ഒന്നും പറയണ്ട, കർത്താവിന്റെ വചനം മാത്രം ദൈവവചന ശുശ്രൂഷയിൽ അല്ലെങ്കിൽ വചനം പറയുമ്പോൾ പറഞ്ഞാൽ മതി എന്നായിരുന്നു. ഈ സമയത്ത് നിങ്ങളോട് അത് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുമോ എന്നുള്ള എനിക്കൊരു പേടിയുള്ളത് കൊണ്ട് കൂടെ 1-2 സംഭവങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞ്
അവന്റെ മാതാപിതാക്കളോട് കൂടെ കുർബാന കഴിഞ്ഞിട്ട് പുൽക്കൂടിന്റെ അടുക്കിലേക്ക് വലിയ തിരക്ക് വരുന്നതിന് മുമ്പ് കൊച്ചിനെ കൊണ്ടുപോയി പുൽക്കൂട് കാണിച്ചേക്കാമെന്ന് കരുതി മാതാപിതാക്കൾ അവിടെ കൊണ്ടുചെന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട് പള്ളിയുടെ മുന്നിൽ. അപ്പോൾ ആ കേക്ക് വാങ്ങാൻ നിൽക്കാതെയാണ് മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ ഈ പുൽക്കൂടിന്റെ അരികിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേക്ക് കിട്ടാത്തതിന്റെ വിഷമമുണ്ട് വരും. പക്ഷേ പുൽക്കൂടാണെങ്കിൽ വളരെ നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ഹൃദയത്തിന്റെ ഷേപ്പിൽ ഒരു കവാടമൊക്കെ ഉണ്ടാക്കി യുവജനങ്ങൾ വളരെ നാള് കഷ്ടപ്പെട്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിനുള്ളിലൂടെ വന്ന് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ പുൽക്കൂട്ടിലെത്തിയപ്പോ കൊച്ചിന്റെ മുഖമാകെ വാടി. കൊച്ചു പറഞ്ഞു, ഇതെന്താ പപ്പ ഈ കുഞ്ഞു ഉണ്ണിമാവേനെ ഇങ്ങനെ വൈക്കോലിൽ കെടുത്തിയേക്കണേ, അതിന് ചൊറിയില്ലേ? അപ്പൊ പിന്നീട് അപ്പച്ചൻ പല രീതിയിലും ഈ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നോക്കി. അവസാനം അപ്പച്ചൻ പറഞ്ഞു, ഈ കുഞ്ഞ് ഇങ്ങനെ പുൽക്കൂട്ടിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇന്ന് പാതിരാക്കി നമ്മൾ ഇവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതും ക്രിസ്മസ് ആഘോഷിക്കുന്നതും. അവൻ പട്ടുമെത്തയിലായിരുന്നെങ്കിൽ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വലിയ കാര്യമുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, അന്ന് അങ്ങനെ അതൊന്നും അല്ല അപ്പ, ഇങ്ങനെ വൈക്കോലിൽ ഉണ്ണിമാവേനെ കിടത്താൻ പറ്റുമോ? നമുക്ക് എടുത്തോണ്ട് പോവാം, വീട്ടിൽ കൊണ്ടുപോവാം. നമ്മുടെ വീട്ടിൽ എന്റെ കിടക്കയിൽ കിടന്നോട്ടെ ഉണ്ണി. ഒരു കുഞ്ഞിന്റെ കാര്യം അതാണ്. മറ്റൊരു കാര്യം, ഒരു കുർബാനയ്ക്ക് പാതിര കുർബാന കഴിഞ്ഞപ്പോ ആ പള്ളിയില് വന്ന് കപ്പ്യാര് വന്ന് കുർബാനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി രണ്ടാമത്തെ കുർബാനയുടെ മുമ്പായിട്ട് നോക്കിയപ്പോ പുൽക്കൂട്ടിൽ ഉണ്ണിയെ കാണാനില്ല. ഉടനെ ആകെ പ്രശ്നമായി. പുൽക്കൂട്ടിൽ ഉണ്ണിയെ കാണാനില്ല. പലരും പല കാര്യങ്ങളും ഒക്കെ പറയാൻ തുടങ്ങി. എന്ത് പോയി, ആര് കൊണ്ടുപോയി, എവിടെ നിന്ന് കൊണ്ടുപോയി, മറ്റേ വിദേശത്തുനിന്ന് വന്നവരോ വല്ല എന്താ പറയാ സാമൂഹികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മതപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. എന്തൊക്കെ വലിയ ചർച്ചകളൊക്കെ പോയി. അറിവില്ലാത്തവരും എല്ലാവരും എടുത്തുകൊണ്ട് വിറ്റിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ കുർബാനയ്ക്ക് അച്ഛൻ അത് പറയുകയും ചെയ്തു, ഉണ്ണിനെ കാണാനില്ല. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോഴാണ് കാണുന്നത് ഒരു കളിവണ്ടിയില് ഉണ്ണീശോനും വെച്ചുകൊണ്ട് ഇടവകയിലെ ഒരു ജോ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി അവൻ ഉണ്ണീശോനും വലിച്ചുകൊണ്ട് വരാം കളിവണ്ടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരും ചോദിച്ചു, പ്രത്യേകിച്ച് വിവാരിച്ചും വന്ന് പറഞ്ഞു, നീ എന്താണ് കാണിച്ചേ ഈ പുൽക്കൂട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ണീനൊക്കെ എടുത്തുകൊണ്ട് പോകാവോ? അപ്പൊ അവൻ ആകെ പേടിച്ച് കരഞ്ഞ്. എല്ലാവരും കൂടെ ചോദിച്ചു കഴിയുമ്പോൾ കരഞ്ഞിട്ട് പറഞ്ഞു, എന്നോട് വേറെ ഒന്നും പറയരുത്, കാരണം ഞാൻ ഉണ്ണീശോട് പറഞ്ഞതാ, എനിക്കൊരു നല്ല കളിവണ്ടി പുതിയത് കിട്ടുകയാണെങ്കിൽ ആദ്യം നിന്നെ കയറ്റാൻ. അങ്ങനെ ഇവൻ ആ ഒരു നിർമ്മലമായ സ്നേഹം കൊണ്ട് അവൻ ചെയ്തൊരു കാര്യമാണ്. പുൽക്കൂട്ടിൽ നിന്ന് ഉണ്ണീനെ എടുത്ത് അവന്റെ കളിവണ്ടിയിൽ വെച്ച് അവൻ ഉരുട്ടി കൊണ്ടുപോയി വീട്ടിലൊക്കെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാം പള്ളിയിലേക്ക്. ഞാൻ ഇത് രണ്ട് സംഭവ കഥകളും പറഞ്ഞതിന്റെ ഒരു കാര്യം, പലപ്പോഴും ക്രിസ്മസ് ആഘോഷിക്കുമ്പോ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉണ്ണീശോ നമുക്ക് നഷ്ടപ്പെടുന്ന ക്രിസ്മസ് ആയിട്ടത് അവസാനിക്കാറുണ്ട്. പലപ്പോഴും 25 ദിവസത്തെ നോമ്പെടുത്ത് ഈ ദിവസത്തിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ളത് സഭയുടെ പഠനമാണ്. പക്ഷേ നോമ്പെടുക്കാൻ താല്പര്യമില്ലാത്തവരും നോമ്പ് വീടാനായിട്ട് വലിയ ആഘോഷമായിരിക്കും. അത് ഭക്ഷണ കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റു നോമ്പുകളിലാണെങ്കിലും ആ കാര്യങ്ങൾക്ക് വലിയ തീക്ഷ്ണതയാണ്. അങ്ങനെ ഈശോ നഷ്ടപ്പെടുന്ന ഒരു ക്രിസ്മസ് ആയിട്ട് നമുക്കിത് അവസാനിക്കരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, താജ്മഹല് അദ്ദേഹം ഷാജഹാൻ പണി കഴിപ്പിച്ചത് മുംതാസിന്റെ ശവകുടീരത്തിന്റെ ഒരു മോടി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ശവം വെച്ചിരുന്ന പെട്ടകം അടക്കിയിരുന്നതിന് ചുറ്റുമായിട്ട് മുകളിലുമായിട്ടാണ് ഈ താജ്മഹൽ പണിയപ്പെട്ടത്. പക്ഷേ താജ്മഹല് പണിത പണിക്കാരെല്ലാവരും ഇതിന് ഓരോ കാര്യങ്ങളൊക്കെ വാർത്തും കുഴിച്ചുമൊക്കെ വന്നപ്പോ എന്ത് സംഭവിച്ചു? ആ സ്ഥലം ഈ പെട്ടകമടക്കം അവര് തള്ളി മാറ്റി ഒരു വശത്തേക്ക് കളഞ്ഞു. എന്നിട്ടാണ് കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോയത്. എല്ലാ പണികളും നല്ല മനോഹരമായി തീർന്നു കഴിഞ്ഞപ്പോൾ ഷാജഹാൻ ചോദിച്ചു, എവിടെ എന്റെ ഭാര്യയുടെ ശവം അടക്കിയിരുന്ന പെട്ടകം? അത് നോക്കിയപ്പോ അത് കാണാനില്ല. അത് അവസാനം അന്വേഷിച്ച് പിടിച്ച് ചെന്ന് നോക്കിയപ്പോ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കിടക്കണം. അപ്പോ അങ്ങനെ ആകരുത്. നമ്മൾ അതിന്റെ ആ ഒരു കെട്ടിടത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വെച്ചത് ആ പേടകമാണ്. അത് ആക്രി സ്ഥലത്ത് ആക്രി സാധനങ്ങളുടെ കൂടെ കിടന്നിട്ട് ഇപ്പുറം ഒരു വലിയ മാളിക പണിതിട്ട് കാര്യമില്ല. എന്ന പോലെ തന്നെയാണ് ക്രിസ്തുവിനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഇവിടെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാ ക്രിസ്മസ്? നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക്
നമുക്ക് ഈശോയെ കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ ഈശോ എന്റെ കൂടെയുണ്ട് എന്നൊന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നത് കൊണ്ട് ഒരു കാര്യമല്ല. നമ്മൾക്ക് ക്രിസ്മസേ അല്ല. കാരണം ക്രിസ്മസ് ഈശോ കൂടെയുള്ള അനുഭവമാണ്. യേശു നമുക്ക് ക്രിസ്മസിലൂടെ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും സന്തോഷവും ഇതാണ്: ഈശോ നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ വലിയ സന്തോഷത്തോടു കൂടെ ഓരോ ദിവസവും ജീവിക്കാനും മറ്റുള്ളവർക്ക് അതേ സന്തോഷം പകർന്നു കൊടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ ക്രിസ്മസ് ദിനത്തിൽ അതിനുള്ള ആശംസയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്ക് നേരാനുള്ളത്. മംഗളകരമായ ഒരു സന്തോഷത്തിന്റെ ദിവസം നിങ്ങൾക്ക് ആശംസിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈശോ കൂടെയുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട സന്തോഷം നഷ്ടപ്പെടുത്തുന്നതാകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ പിറവി തിരുനാളിന്റെ എല്ലാ സ്നേഹവും പ്രാർത്ഥനയും മംഗളങ്ങളും നേരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ മനുഷ്യനായി പറഞ്ഞ മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. വിനീതരായ അക്രിയന്മാരെയും വിജ്ഞാനികളായ ശാസ്ത്രജ്ഞന്മാരെയും ദിവ്യശിശുവിന്റെ സവിധത്തിലേക്ക് നയിച്ച ദൈവമേ, തന്റെ തിരുക്കുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപം മൂലം അടയ്ക്കപ്പെട്ട പർദീസയുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയ വിശുദ്ധനെ അയച്ച ദൈവമേ, തന്റെ ഏകജാതനെ വിശ്വസിക്കുന്ന അവരും നശിച്ചു പോകാതെ അവർ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ദാസന്റെ വേഷം ധരിച്ച് കാലത്തൊഴുക്കിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഉപദേശനായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ പങ്കുകാരാകുവാൻ അങ്ങയുടെ തിരുക്കുമാരനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യകന്യകയായ മറിയത്തോടും നീതിമാനായ യോസേപ്പിനോടും വിനീതരായ അട്ടിടയരോടും കൂടി ഞങ്ങളും ദിവ്യ പൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരത്താൽ ധന്യരായ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹാവതീർണനാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ.
പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ടു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിതവരെയും എത്തിക്കുവാൻ അവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സകലമാവും ജീവദായകവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടുകൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസി ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടും കൂടെ.
വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളെ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ കുർബാന ഏറ്റവും പ്രത്യാശയോടെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭന്മാരോടും ശ്രഭന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയോടുള്ള സമാധാനം നടത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക.
കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇടയവരും ബലഹീനരും ബാഹുലരുമായ ദാസരങ്ങേതൊരു സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കണ്ണി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സംഹരിക്കുകയും മൃതരാജ്യങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ശ്രേഷ്ഠമെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോഗി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, മിഷണറിമാർ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലേഖന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. രക്ഷിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ മരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനമോ നമ്മുടെ തിരുനാളോ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന നീക്ക് വേണ്ടിയും ഈടവ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും യുവതീവാക്കൾക്ക് വേണ്ടിയും വൃദ്ധരായ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ എല്ലാ ദമ്പതികൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയും എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും യഥാകാലം ജീവിതാന്തം തെരഞ്ഞെടുക്കുവാനും ഏറ്റവും യോജിച്ച ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനുമുള്ള കൃപ യുവതീവാക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും എല്ലാവരുടെയും സാമ്പത്തികമായ ഉന്നമനത്തിനു വേണ്ടിയും കൊറോണ വൈറസിന്റെ വ്യാപനം മൂലം ലോകം മുഴുവനും ദുരിതം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അതിന്റെ നിർമ്മാർജ്ജനത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽപക്കക്കാർ, സഹപ്രവർത്തകർ, ഉപകാരികൾ എന്നിവർക്ക് വേണ്ടിയും അങ്ങയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും അയോഗ്യന അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ സമൂഹം മുഴുവന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാനമായ നിയാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവനെയും സ്വതന്ത്രമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ ദൈവത്തിനായ ശുശ്രൂഷയായി വായിച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഈശോയുടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആശിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സുരാജ്യത്തിനും കാരണമായി
ഉണ്ടാകട്ടെ. സജീവ് ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രക്തരഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാത്രങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളുവാകുന്ന ശരണത്തോടെ അപരാധങ്ങൾ നിന്ന് തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരിയുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലതയും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും
എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയുടെ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ശംശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗ്ഗരാജ്യ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ശരീരവും രക്തവും നിത്യജീവനവർക്ക് യേശുവേ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് വേൽപങ്കുകളുമായി യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും വീടദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സകല മനുഷ്യ സങ്കല്പങ്ങൾക്കും അതീതമായി ദൈവപുത്രനായ മിശിഹ ഒരു ശിശുവായി പൊൽത്തൊട്ടിയിൽ പിറന്നുവല്ലോ. ഞങ്ങൾ അർപ്പിച്ച ഈ ബലിയിൽ അവിടുന്ന് സ്വയം മറച്ച് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ തന്നെ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എളിയ സാഹചര്യങ്ങളിൽ പോലും അങ്ങയുടെ സാന്നിധ്യം അന്വേഷിക്കുവാനും വിവേചിച്ചറിയാനുമുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ, മനുഷ്യാവതാരം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുപ്പിറവിയുടെ സദ്വാർത്ത കേട്ട് ആനന്ദിക്കുവാനും അതറിയിക്കുവാനും എളിയവരായ ഇടയന്മാരെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. ഈ സദ്വാർത്ത ആഴത്തിൽ ഉൾക്കൊണ്ട് ലോകത്തെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി എന്ന് നിരന്തരം പാടി സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥ